നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അർജന്റീനയ്ക്കായിട്ട് കേപ്പ് വെർദയ്ക്കെതിരെ മികച്ച പ്രകടനം നടത്തിയ ഒരാളാണ് സെൻട്രൽ ബാക്ക് ലിച്ച മാർട്ടിനസ്. അദ്ദേഹം ഡിഫൻസിൽ മാത്രമല്ല ഒഫൻസിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നടത്തി. അദ്ദേഹത്തിൻ്റെ അസിസ്റ്റിൽ നിന്നാണ് മെസ്സിയുടെ ഗോൾ വന്നത്. അദ്ദേഹം തന്നെയാണ് അവരുടെ രണ്ടാമത്തെ ഗോൾ കണ്ടെത്തുകയും ചെയ്തത്. അങ്ങനെ കിടിലൻ പ്രകടനം നടത്തിയ ലിച്ച മാർട്ടിനസ് കരയുന്ന കാഴ്ച നമ്മൾ കണ്ടു. അദ്ദേഹം വിശദീകരിച്ച് പറഞ്ഞത് എന്തൊക്കെയാണ് സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ്. അദ്ദേഹം പറയുകയാണ്, എല്ലായ്പ്പോഴും ഞാൻ മെസ്സിയെ ഒരു എക്സാമ്പിളായിട്ട്, ഞങ്ങളുടെ ക്യാപ്റ്റൻ ഒരു എക്സാമ്പിളായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഞാൻ ഈ ഒരു ജേഴ്സിക്ക് വേണ്ടി ഞാൻ പോരാടി, ഞാൻ ഇഞ്ചോർഡ് ആയപ്പോൾ പോലും. കാരണം അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഫൈറ്റിംഗ് നിർത്താൻ പറ്റില്ല, പോരാട്ടം നിർത്താൻ പറ്റില്ല എന്നാണ് ലിച്ചാൻഡ്രോ മാർട്ടിനസ് പറയുന്നത്. ലിച്ച പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും താനിങ്ങനെ നിലനിന്നത്, കളി തുടരണമെന്ന് ആഗ്രഹിച്ചത് മെസ്സിയുടെ ഈ ഒരു എക്സാമ്പിൾ കണ്ടാണ്. കൂടാതെ തൻ്റെ മകളുടെ ജനനം, അതും വലിയ രൂപത്തിൽ തനിക്ക് കളിക്കളത്തിൽ നിൽക്കാൻ കാരണമായിട്ടുണ്ട് എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതായത് നമുക്കറിയാം ലിസാൻഡ്രോ മാർട്ടിനസ് പരിക്കിൻ്റെ പിന്നാലെ പരിക്കൊക്കെ ആയിട്ട് ക്ലബ് സീസണിൽ വല്ലാതെ ബുദ്ധിമുട്ടിയതാണ്. അവിടെ നിന്നാണ് ഇപ്പോൾ വേൾഡ് കപ്പിന് വന്നിട്ട് മികച്ച പ്രകടനം നടത്തുന്നത്. അപ്പോൾ മകളുടെ ജനനം, ആ പരിക്കേറ്റ് വല്ലാതെ ഡിസപ്പോയിൻ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ അതൊക്കെ അദ്ദേഹത്തിനൊരു ആവേശവും ഊർജ്ജവും ഒക്കെ നൽകി, കളിക്കളത്തിലേക്ക് മടങ്ങിയെത്താനുള്ള ആവേശം നൽകി. അതിൻ്റെയൊക്കെ ഒരു ഫലമാണ് ഈ ഒരു പ്രകടനമൊക്കെ. അപ്പോൾ ഇത് ഓർത്തിട്ടാണ് അദ്ദേഹം കരയുന്നത്, ഇങ്ങനെ കടന്നു വന്ന വഴികൾ ഓർത്തിട്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ കടന്നു വന്ന വഴികൾ, എൻ്റെ ഇഞ്ചുറിയും കാര്യങ്ങളും ഒക്കെ ഓർത്തപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത്. എൻ്റെ മകൾ ജനിച്ചില്ലായിരുന്നെങ്കിൽ, ആ ഒരു സമയത്ത് എനിക്ക് പരിക്ക് പറ്റിയ സമയത്ത് മകൾ ജനിച്ചില്ലായിരുന്നെങ്കിൽ എനിക്കറിയില്ല ഞാനിപ്പോൾ ഇന്നിങ്ങനെ ഇവിടെ കളിക്കുമായിരുന്നോ എന്ന്. അന്നാവും ഞാൻ കളിച്ചു, ഞാൻ ഗോളടിച്ചു വേൾഡ് കപ്പിൽ. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല ഈ കാര്യങ്ങളൊക്കെ എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ഈ കളിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾ അവസാനം വരെ പോരാടി, ഒരിക്കലും വിട്ടുകൊടുത്തിട്ടില്ല. ഇങ്ങനെയൊക്കെ തന്നെയാണ് നോക്കൗട്ട് മത്സരങ്ങൾ. നമുക്ക് ഓവർ കോൺഫിഡൻ്റ് ആവാൻ പറ്റില്ല. രണ്ട് ടീമുകളും എല്ലാം നൽകിയാണ് പോരാടിയത്. പക്ഷെ ഞങ്ങൾ വിജയം അർഹിച്ചതാണ്. ഞാൻ വളരെ ഹാപ്പിയാണ്. ഈ ടീമിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു. എല്ലായ്പ്പോഴും ഞാൻ ഭയന്നിരുന്നത് ഗോൾ കൺസീഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഈ കളിയിൽ ഗോൾ കൺസീഡ് ചെയ്തു, പക്ഷെ ലക്കിലി ഹാപ്പി ആയിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. എൻ്റെ ഗോള് ഈ ടീമിന് ഗുണകരമാവുകയും ചെയ്തു. അവർ നന്നായി കളിച്ചു, എക്സലൻറ്റ് മാച്ചായിരുന്നു. പക്ഷേ ഈ ടീം ഒരിക്കലും വിട്ടുകൊടുക്കാൻ തയ്യാറുള്ള ടീമല്ല എന്നുകൂടി ലിച്ചാൻഡ്രോ മാർട്ടിനസ് പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.